Hi friends, welcome back to my today's class ICD-10 Coding Guidelines Chapter 10 Disease of the Respiratory System. അപ്പോൾ നമുക്ക് ഇതിന്റെ കോഡിംഗ് ഗൈഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ COPD ആൻഡ് ആസ്തമ. ഇത് രണ്ട് റെസ്പിറേറ്ററി കണ്ടീഷൻ ആണ്. COPD മീൻസ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. അതിന്റെ കോഡ് വരുന്നത് J44.9, ആസ്തമ J45.909. അപ്പൊ ജസ്റ്റ് ഇത് എന്താണ് ഡിഫറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. COPD അഫക്ട് ദ ലങ്സ് ആൻഡ് ബ്രീത്തിങ് ഈസ് മോർ ഡിഫിക്കൽട്ട്. ഇത് ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റാത്തതാണ്. COPD വന്നാൽ പിന്നെ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാനേ പറ്റില്ല. ഇവിടെ ഒബ്സ്ട്രക്ട് ദ എയർ ഫ്ലോ ആൻഡ് ഇമ്പാക്ട് ബ്രീത്തിങ്. നമ്മുടെ എയർ ഫ്ലോ ഒബ്സ്ട്രക്ട് ചെയ്യുകയും ബ്രീത്തിങ്ങിനെ അത് ഇമ്പാക്ട് ചെയ്യുകയും ചെയ്യുന്നു. മേജർ കോസ് എന്ന് പറയുന്നത് ടൊബാക്കോ എക്സ്പോഷർ ആണ്. ഈസ് എ ഗ്രൂപ്പ് ഓഫ് ലങ് ഡിസീസ് സച്ച് ആസ് എംഫൈസിമ ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഈ COPD എന്ന് പറയുന്നത് എംഫൈസിമയും ക്രോണിക് ബ്രോങ്കൈറ്റിസും എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു കണ്ടീഷനാണ് COPD. ഇനി ആസ്തമ അഫക്ട് ദ ലങ് ആൻഡ് ബ്രീത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. ഇത് COPD-യെക്കാളും അത്ര സിവിയർ അല്ല, പക്ഷെ കുഴപ്പമുണ്ട്. ഈ COPD ബ്രീത്തിങ് ഈസ് മോർ ഡിഫിക്കൽട്ട് ആണ്, ഇവിടെ ബ്രീത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. ക്യൂറബിൾ വിത്ത് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ്. ആസ്തമ വന്നാൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ ക്യൂർ ചെയ്യാൻ പറ്റും. സ്പാസം ഓഫ് ബ്രോങ്കെ, നമ്മുടെ ലങ്സിലുള്ള ബ്രോങ്കെ സ്പാസം ആകുന്നതാണ് അല്ലെങ്കിൽ ചെറുതാകുന്നതാണ് ഈ ആസ്തമയ്ക്ക് കാരണം. ഇത് കോസ് ചെയ്യുന്നത് അലർജൻസ് ആൻഡ് ഇറിറ്റൻസ്. അലർജൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും പൊടികൾ, ഇറിറ്റൻസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഒക്കെ വരാൻ സാധ്യതയുള്ള ചില പൊടിപടലങ്ങള്, ആസ്ബസ്റ്റോസ് ഷീറ്റിന്റെ പൊടി, ചിലർക്ക് അതിന്റെ മണമൊക്കെ അടിച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം വരും. അതൊക്കെയാണ് ഇതിന്റെ കോസസ്. ഇവിടെ നാരോയിങ് ആൻഡ് ഇൻഫ്ലെയിംഡ് എയർവേസ്. നമ്മുടെ എയർവേസ്, ലങ്സിന്റെ എയർവേ ചെറുതാകുകയും ഇൻഫ്ലമേഷൻ ആകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആസ്തമ. ഇനി നമുക്ക് കോഡിംഗ് ഗൈഡ്ലൈനിൽ ഫസ്റ്റ് റെസ്പിറേറ്ററി ഫെയിലിയർ. റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് വെച്ചാൽ എന്താണ്? റെസ്പിറേറ്ററി ഫെയിലിയർ ഈസ് എ സീരിയസ് കണ്ടീഷൻ വെയർ ദ ലങ്സ് cannot adequately exchange gases leading to insufficient oxygen or excessive carbon dioxide in blood. നമ്മുടെ ശരീരത്തില് ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നത് എവിടെ വെച്ചാണ്? ലങ്സിൽ വെച്ചാണ്. അപ്പൊ ലങ്സിന് ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴാണ് റെസ്പിറേറ്ററി ഫെയിലിയർ ആകുന്നത്. അതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് വെച്ചാൽ ഹൈപ്പോക്സിമിക്. അതിന്റെ മീനിങ് ക്യാരക്ടറൈസ്ഡ് ബൈ ലോ ഓക്സിജൻ ലെവൽസ് വിത്ത് നോർമൽ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ. നമ്മുടെ ശരീരത്തിൽ എക്സ്ചേഞ്ച് ചെയ്യാതെ ഓക്സിജന്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ഹൈപ്പോക്സിമിക്. അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയുകയും നോർമൽ അല്ലെങ്കിൽ ലോ കാർബൺ ഡൈ ഓക്സൈഡ്, നോർമലായിട്ടും അല്ലെങ്കിൽ ലോ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ള ആ ലെവലാണ് ഹൈപ്പോക്സിമിക്. ടൈപ്പ് 2 ഹൈപ്പർ കാപ്നിയ, characterized by low oxygen levels with elevated carbon dioxide. ഇവിടെ ലോ ഓക്സിജനും ആയിരിക്കും, പക്ഷെ എലിവേറ്റഡ്, ഒത്തിരി അധികം കാർബൺ ഡൈ ഓക്സൈഡും ഉള്ള അവസ്ഥയാണ് ഹൈപ്പർ കാപ്നിക്. ഞാൻ ആദ്യമേ ഹൈപ്പോക്സിമിക് പറഞ്ഞത് മാറിപ്പോയി. ഹൈപ്പോക്സിമിയ എന്ന് വെച്ചാൽ ലോ ഓക്സിജനും ലോ കാർബൺ ഡൈ ഓക്സൈഡ് ലെവലും ഉള്ളതാണ്, അല്ലെങ്കിൽ നോർമൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളതാണ് ഹൈപ്പോക്സിമിക്. അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആസ് പ്രിൻസിപ്പൽ ഡയഗ്നോസിസ്. അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ നമ്മൾ എപ്പോഴാണ് ആദ്യമേ കോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആയിട്ട് കോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. It can be coded as principal diagnosis when the reason for admission is for acute respiratory failure. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത് തന്നെ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയറിന് വേണ്ടിയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഈ കണ്ടീഷൻ ഫസ്റ്റ് ആയിട്ട് കോഡ് ചെയ്യാം. ഏതൊക്കെ കോഡുണ്ട്? 2 കോഡുണ്ട്. J96.0 അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ, J96.2 അക്യൂട്ട് ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ. ഇവിടെ അക്യൂട്ട് ക്രോണിക് എന്തെന്ന് വെച്ചാൽ, ക്രോണിക് എന്ന് വെച്ചാൽ ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ ഒരു പേഷ്യന്റിന് കുറെ വർഷങ്ങളായിട്ടുണ്ട്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, അതാണ് ക്രോണിക് കണ്ടീഷൻ.
ഇനി അക്യൂട്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താണ്? പെട്ടെന്നുണ്ടാകുന്ന ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ പെട്ടെന്നുണ്ടാകുന്നു, അതാണ് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ. ഇനി അക്യൂട്ട് ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ എന്താണ്? രണ്ടുകൂടെ ഉണ്ട്. ഒരു റെസ്പിറേറ്ററി ഫെയിലിയർ ഉള്ള ഒരു പേഷ്യന്റ്, വർഷങ്ങളായിട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉള്ള ഒരു പേഷ്യന്റിന് പെട്ടെന്ന് റെസ്പിറേറ്ററി ഫെയിലിയർ ഇൻക്രീസ് ആവുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് കൂടുന്നു, ആ അവസ്ഥയാണ് അക്യൂട്ട് ആൻഡ് ക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ. അപ്പൊ റീസൺ ഫോർ അഡ്മിഷന് ഇത് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയറിന് വേണ്ടിയാണെങ്കിൽ ഇത് ആദ്യമേ നമുക്ക് കോഡ് ചെയ്യാം. നെക്സ്റ്റ്, അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആസ് സെക്കൻഡറി ഡയഗ്നോസിസ്. ഇനി സെക്കൻഡറി ആയിട്ട് എപ്പോഴാണ് കോഡ് ചെയ്യേണ്ടത്? റെസ്പിറേറ്ററി ഫെയിലിയർ മേ ബി listed as secondary diagnosis if it occurs after admission. ഒരു പേഷ്യന്റ് മറ്റെന്തെങ്കിലും കാരണത്തിന് വേണ്ടി വന്നു, അഡ്മിറ്റായി, അതിനുശേഷം അവർക്ക് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ വന്നെങ്കിൽ നമുക്ക് റീസൺ ഫോർ അഡ്മിഷന് വന്ന ആ കണ്ടീഷൻ ആദ്യമേ കോഡ് ചെയ്യണം. നെക്സ്റ്റ് ആയിട്ട് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ കോഡ് ചെയ്യണം. അതാണ് ഇതിന്റെ ഗൈഡ് ലൈൻ. നെക്സ്റ്റ്, സീക്വൻസിങ് ഓഫ് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ആൻഡ് അനദർ അക്യൂട്ട് കണ്ടീഷൻ. ഒരു പേഷ്യന്റിന് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ട്, മറ്റെന്തെങ്കിലും അക്യൂട്ട് കണ്ടീഷനും ഉണ്ട്. ഫോർ എക്സാമ്പിൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് ആൻഡ് ആസ്പിറേഷൻ ന്യൂമോണിയ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്നാണ് ഇതിൽ പറയുന്നത്. ആ ടൈമിൽ പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ഈസ് ബേസ്ഡ് ഓൺ റീസൺ ഫോർ അഡ്മിഷൻ. നമ്മൾ കോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആ പേഷ്യന്റ് എന്തിനാണോ വന്നേക്കുന്നത്, റീസൺ ഫോർ അഡ്മിഷൻ റെസ്പിറേറ്ററി ഫെയിലിയറിന് വേണ്ടിയാണെങ്കിൽ അത് ആദ്യമേ കോഡ് ചെയ്യുക. അല്ലെങ്കിൽ റീസൺ ഫോർ അഡ്മിഷൻ മറ്റേ അക്യൂട്ട് കണ്ടീഷൻ, എക്സാമ്പിൾ മയോകാർഡിയൽ ഇൻഫാക്ഷന് വേണ്ടിയാണെങ്കിൽ അത് ആദ്യമേ കോഡ് ചെയ്തിട്ട് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ കോഡ് ചെയ്യുക. ഇനി ഈ പേഷ്യന്റ് വരുന്ന ടൈമിൽ രണ്ടും ഉണ്ട്, അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ട്, മയോകാർഡിയൽ ഇൻഫാക്ഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ആദ്യമേ കോഡ് ചെയ്യാം. രണ്ടും അക്യൂട്ട് കണ്ടീഷൻ തന്നെയാണ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആദ്യമേ കോഡ് ചെയ്യാം, അല്ലെങ്കിൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ വേണമെങ്കിൽ കോഡ് ചെയ്യാം. അതായത് റീസൺ ഫോർ അഡ്മിഷൻ രണ്ടിനും വേണ്ടി ആയിരിക്കണം. അല്ലെങ്കിൽ റീസൺ ഫോർ അഡ്മിഷൻ ഏതിനാണ് വന്നിരിക്കുന്നത് അത് ആദ്യമേ കോഡ് ചെയ്യുക, മറ്റേ അക്യൂട്ട് കണ്ടീഷൻ നെക്സ്റ്റ് സെക്കൻഡറി ആയിട്ട് കോഡ് ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻഫ്ലുവൻസ ഡ്യൂ ടു സർട്ടൺ ഐഡന്റിഫൈഡ് ഇൻഫ്ലുവൻസ വൈറസ്. ഇൻഫ്ലുവൻസ വൈറസ് എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. കോഡ് ഓൺലി കൺഫേംഡ് കേസസ്. ഇവിടെ കോഡ് ചെയ്യേണ്ടത് കൺഫേം ആണെങ്കിൽ മാത്രമേ കോഡ് ചെയ്യാവുള്ളൂ. ഇതിൽ കോഡ് കാറ്റഗറി വരുന്നത് J09 ആൻഡ് J10 ആണ്. J09 എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ ഡ്യൂ ടു സർട്ടൺ ഐഡന്റിഫൈഡ് ഇൻഫ്ലുവൻസ വൈറസ്. ആ ഐഡന്റിഫൈഡ് ഇൻഫ്ലുവൻസ വൈറസ് എന്തൊക്കെയാവാം? ഏവിയൻ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ അതർ നോവൽ ഇൻഫ്ലുവൻസ എ. ഈ രണ്ടിൽ ഏതെങ്കിലും വന്നെങ്കിൽ നമുക്ക് J09 കോഡ് ചെയ്യാം. ഇനി മറ്റൊരു കോഡാണ് J10. ഇത് ഇൻഫ്ലുവൻസ ഡ്യൂ ടു അതർ ഐഡന്റിഫൈഡ് ഇൻഫ്ലുവൻസ വൈറസ്. അതിൽ ഇൻഫ്ലുവൻസ സച്ച് ആസ് H1N1 or H3N3, ഇതൊക്കെ ഈ രണ്ട് ഇൻഫ്ലുവൻസ വന്നെങ്കിൽ J10 കോഡ് ചെയ്യാം. ഇത് കോഡ് ചെയ്യേണ്ടത് കൺഫേം ആണെങ്കിൽ മാത്രമാണ് കോഡ് ചെയ്യേണ്ടത്. ഡോക്ടർ കൺഫേം ആണെന്ന് പറഞ്ഞേക്കണം, അല്ലെങ്കിൽ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ലാബ് ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കോഡ് ചെയ്യാവുള്ളൂ. ഇനി ഇതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇൻപേഷ്യന്റ് ഗൈഡ് ലൈൻ. ഇൻപേഷ്യന്റ് ഗൈഡ് ലൈനിൽ coding should be based on provider's diagnostic statement that the patient has influenza can be coded. ഈ ലബോറട്ടറി റിസൾട്ട് അതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് പ്രൊവൈഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കോഡ് ചെയ്യാം. പേഷ്യന്റിന് ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കോഡ് ചെയ്യാം. മറ്റേടത്ത് ലബോറട്ടറി കൺഫർമേഷൻ അതൊക്കെ വേണം. ഇൻപേഷ്യന്റ് ഗൈഡ് ലൈന് അത് ആവശ്യമില്ല. ഡോക്ടർ പക്ഷെ കൺഫേം ആയിട്ട് പറഞ്ഞേക്കണം, പേഷ്യന്റിന് ഈ ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാം. Does not require documentation of positive laboratory testing for specific influenza. ഒരു സ്പെസിഫിക് ഇൻഫ്ലുവൻസ വൈറസിന് വേണ്ടിയുള്ള ലബോറട്ടറി ടെസ്റ്റിന്റെ ആവശ്യമില്ല. ജസ്റ്റ് പ്രൊവൈഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കോഡ് ചെയ്യാം. നെക്സ്റ്റ്, if the provider record suspected or possible or probable avian influenza or novel influenza or other identified influenza,
കോഡ് ഫ്രം കാറ്റഗറി J11. നമ്മൾ മുമ്പ് കണ്ടു ഡോക്ടർ കൺഫേം ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഗൈഡ് ലൈനിൽ ഇതൊക്കെ വന്നെങ്കിൽ J09 J10 കോഡ് ചെയ്യാം. ഇനി പ്രൊവൈഡർ സസ്പെക്റ്റഡ് ആണ്, ഈ ഇൻഫ്ലുവൻസ വൈറസ് ഒക്കെ സസ്പെക്റ്റഡ് ആണ് അല്ലെ പോസിബിൾ ആണെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കോഡ് ചെയ്യേണ്ടത് J11 സീരീസ് ആണ്. J11 എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസ ഡ്യൂ ടു അൺഐഡന്റിഫൈഡ് ഇൻഫ്ലുവൻസ വൈറസ്. ഇവിടെ സസ്പെക്റ്റഡ് ആണല്ലേ, അപ്പൊ ഈ ഇൻഫ്ലുവൻസ ഒക്കെ നമുക്ക് ഉണ്ടോന്ന് അറിയത്തില്ല, കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അപ്പൊ ആ ടൈമിൽ കോഡ് ചെയ്യേണ്ടത് ഇൻഫ്ലുവൻസ ഡ്യൂ ടു അൺഐഡന്റിഫൈഡ്, ഐഡന്റിഫൈ ചെയ്യാത്ത ഇൻഫ്ലുവൻസ വൈറസ്, അതാണ് J11. ആ ടൈമിൽ J11 കോഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. ഫസ്റ്റ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വെന്റിലേഷൻ, മെക്കാനിക്കൽ വെന്റിലേഷനിൽ ഇരിക്കും. ചില എന്തെങ്കിലും അക്യൂട്ട് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക്, അങ്ങനെ വേറെ പല കാരണങ്ങൾക്ക് വേണ്ടി മെക്കാനിക്കൽ വെന്റിലേറ്റർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ വെന്റിലേറ്റർ ഒരു 48 അവേഴ്സിലും എടുത്തു. അതിനുശേഷം അവർക്ക് ഒരു ന്യൂമോണിയ വന്നു, ആ വെന്റിലേറ്ററിൽ ഇരുന്നത് കൊണ്ട് ന്യൂമോണിയ വന്നെങ്കിൽ ആ അവസ്ഥയാണ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. അതിനുള്ള കോഡ് J95.851. Ventilator associated pneumonia should be assigned only when the provider has documented ventilator associated pneumonia. ഇവിടെ J95.81 നമുക്ക് കോഡ് ചെയ്യണമെങ്കിൽ പ്രൊവൈഡർ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കണം ഈ പേഷ്യന്റിന് ന്യൂമോണിയ വന്നത് വെന്റിലേറ്റർ കൊണ്ടാണ്, വെന്റിലേറ്ററിൽ ഇരുന്നത് കൊണ്ടാണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ J95.851 കോഡ് ചെയ്യാൻ പാടുള്ളൂ. An additional code to identify the organism should be also be coded. ആ എന്ത് ഓർഗാനിസം കൊണ്ടാണ് നമുക്ക് ന്യൂമോണിയ വന്നതെന്നും കോഡ് ചെയ്യണം. എക്സാമ്പിൾ സ്യൂഡോമോണസ് ആണോ അല്ലെങ്കിൽ എയറോജിനോമസ് ആണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് B96.5 ആ കോഡും നമുക്ക് അഡീഷണൽ കോഡായിട്ട് കോഡ് ചെയ്യണം. ഈ വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ J95.851 ഫസ്റ്റ് കോഡ് ചെയ്യുക, B96.5 അടുത്തായിട്ട് കോഡ് ചെയ്യണം. പ്രൊവൈഡർ കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കോഡ് ചെയ്യാവുള്ളൂ. വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ഡെവലപ്സ് ആഫ്റ്റർ അഡ്മിഷൻ. ഒരു പേഷ്യന്റിന് അഡ്മിറ്റ് ആയതിനു ശേഷം വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ വന്നെങ്കിൽ എ പേഷ്യന്റ് അഡ്മിറ്റഡ് വിത്ത് വൺ ടൈപ്പ് ഓഫ് ന്യൂമോണിയ ആൻഡ് സബ്സിക്വന്റ്ലി ഡെവലപ്പ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ. ഒരു പേഷ്യന്റ് വന്നേക്കുന്നത് ന്യൂമോണിയക്കാണ്, പക്ഷേ അയാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ വന്നു. അപ്പം നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്? The principal diagnosis would be the appropriate code from category J12 to J18 for the pneumonia. അപ്പൊ നമ്മൾ ആദ്യമേ കോഡ് ചെയ്യേണ്ടത് ആ റീസൺ ഫോർ വിസിറ്റ്, ന്യൂമോണിയക്ക് വേണ്ടിയാണ് വന്നത്. J12 to J18 സീരീസിൽ കറക്റ്റ് ആയിട്ടുള്ള ഏതാണ് കോഡ് ചൂസ് ചെയ്തിട്ട് അത് ഫസ്റ്റ് കോഡ് ചെയ്യുക. അടുത്തതായിട്ട് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ വുഡ് ബി അസൈൻഡ് ആസ് അഡീഷണൽ ഡയഗ്നോസിസ് when the provider has also documented that the presence of ventilator associated pneumonia. J12 to J18 ഉള്ള ഒരു കോഡ് ചെയ്തിട്ട് അതിനുശേഷം വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയയുടെ കോഡ് ചെയ്യണം. എപ്പോ പ്രൊവൈഡർ കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്തേക്കണം, ഈ പേഷ്യന്റിന് വെന്റിലേറ്റർ അസോസിയേറ്റഡ് ന്യൂമോണിയ ആണെന്ന് പറഞ്ഞെങ്കിൽ മാത്രം നമുക്കിത് അടുത്ത VAPയുടെ കോഡ് അഡീഷണൽ ഡയഗ്നോസിസ് ആയിട്ട് കോഡ് ചെയ്യണം. ഇനി ഉള്ളത് വേപ്പിംഗ് റിലേറ്റഡ് ഡിസോർഡർ. ഇനി വേപ്പിംഗ് റിലേറ്റഡ് ഡിസോർഡർ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇപ്പോഴൊക്കെ ഇലക്ട്രോണിക് സിഗരറ്റ് അവൈലബിൾ ആണ്. അതെന്താണ്? ആ ഇലക്ട്രോണിക് സിഗരറ്റിനകത്ത് വേപ്പേഴ്സ് ഉണ്ട്. വേപ്പേഴ്സിലെ നിക്കോട്ടിന്റെ ഇത് അടക്കി, നിക്കോട്ടിന്റെ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വേപ്പേഴ്സ് ആണത്. അത് നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസിലുണ്ട്. അത് നമ്മൾ ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് വേപ്പിംഗ് റിലേറ്റഡ് ഡിസോർഡർ.
For patient presenting with a condition related to vaping, assign code U07.0. ഒരു പേഷ്യന്റിന് വേപ്പിംഗ് റിലേറ്റഡ് കണ്ടീഷൻ ആണ് ഉള്ളതെങ്കിൽ ആദ്യമേ കോഡ് ചെയ്യേണ്ടത് U07.0 വേപ്പിംഗ് റിലേറ്റഡ് ഡിസോർഡർ ആസ് ദി പ്രിൻസിപ്പൽ ഡയഗ്നോസിസ്. അപ്പോൾ അവിടെ U07.0 ആണ് ആദ്യമേ കോഡ് ചെയ്യേണ്ടത്. പിന്നെ ഫോർ ലങ് ഇഞ്ചുറി ഡ്യൂ ടു വേപ്പിംഗ്, ഒരു പേഷ്യന്റിന് ലങ് ഇഞ്ചുറി ഉണ്ട്, അതെന്തുകൊണ്ടാണ്? വേപ്പിംഗ് കൊണ്ടാണ് എങ്കിൽ നമുക്ക് U07.0 കോഡ് തന്നെ കോഡ് ചെയ്താൽ മതി. ആ ഒറ്റ കോഡിൽ തന്നെ ഇതെല്ലാം അടങ്ങിയിരിക്കും. ലങ് ഇഞ്ചുറി ഡ്യൂ ടു വേപ്പിംഗ് അസൈൻ ഓൺലി കോഡ് U07.0. ഇനി അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഡ്യൂ ടു വേപ്പിംഗ് ആണെങ്കിൽ വേപ്പിംഗിന്റെ U07.0 കോഡ് ചെയ്തിട്ട് അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയറിന്റെ കോഡും കോഡ് ചെയ്യണം, J96.0. ഇനി ന്യൂമോണൈറ്റിസ് ഡ്യൂ ടു വേപ്പിംഗ് ആണെങ്കിൽ വേപ്പിംഗിന്റെ കോഡ് ആദ്യമേ കോഡ് ചെയ്തിട്ട് ന്യൂമോണൈറ്റിസിന്റെ കോഡും കോഡ് ചെയ്യണം. ഇവിടെ അല്ല, സോറി, J68.0 ആണ്, അല്ല കേട്ടോ, സോറി. അപ്പോൾ ന്യൂമോണൈറ്റിസിന്റെ കോഡാണ് J68.0. വേപ്പിംഗ് എപ്പോഴും ഫസ്റ്റ് ആയിട്ട് കോഡ് ചെയ്യണം. വേപ്പിംഗ് റിലേറ്റഡ് കണ്ടീഷൻ ആണെങ്കിൽ മാത്രം വേപ്പിംഗ് ആദ്യമേ കോഡ് ചെയ്തിട്ട് റിലേറ്റഡ് കണ്ടീഷൻ അഡീഷണൽ ഡയഗ്നോസിസ് ആയിട്ട് കോഡ് ചെയ്യണം. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ ചാപ്റ്റർ 10 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ സബ്സ്ക്രൈബറിന്റെ റിക്വസ്റ്റ് കൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്റർ 10 എടുത്തേക്കുന്നത്. കണ്ടിട്ട് മനസ്സിലായെങ്കിൽ പറയണേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. പിന്നെ എൻ്റെ കൂടുതൽ ക്ലാസ്സസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.